എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. അങ്ങനെ നമുക്കെല്ലാവർക്കും കേരളീയർക്ക് കറുപ്പ് ധരിച്ച് യാത്ര ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. അതായത് കേരളത്തിൽ 10 വർഷം നീണ്ടു നിന്ന പിണറായി ഫാസിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ്. UDFന്റെ ഉജ്ജ്വല വിജയത്തിന് മുന്നിൽ 3ാം തവണയും എന്ന പിണറായിസത്തിന്റെ ഇടതിൻ്റെ മനക്കോട്ടയാണ് തകർന്നടിഞ്ഞത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു 3ാം തവണയും പിണറായി സർക്കാർ ഭരണത്തിൽ വരുമെന്ന്. എന്നാൽ കാണാൻ സാധിച്ചത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനലൊരു ഭാരതത്തിൽ അണഞ്ഞുപോയിരിക്കുന്നു. അതായത് CPM മുക്ത ഭാരതമായി ഭരണത്തിൽ നിന്ന് 2016 മെയ് 25 പിണറായി വിജയൻ എന്ന ഫാസിസ്റ്റ് നേതാവ് ആദ്യമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് അവതരിച്ചത്. എന്നാൽ 2026 കേരള രാഷ്ട്രീയത്തെ അതിശയിപ്പിച്ചുകൊണ്ട് വീണ്ടും ആരോപണങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും കോട്ടകൾ തകർത്തുകൊണ്ട് പിണറായി വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ. എന്നാൽ ഭരണ തുടർച്ചയുടെ ആവർത്തനം അഹങ്കാരത്തിന്റെ വിളനിലമായി എന്ന് വേണം കരുതാൻ. ഞാനാണ് സർവാധികാരി, ഞാനാണ് ഭരണാധികാരി, ഞാനാണ് രാജാവ്, എനിക്ക് മീതെ ഒരു നേതാവോ ഒരു പ്രവർത്തകനോ ഉണ്ടാകാൻ പാടില്ല, എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ പറയും, ഞാൻ ചെയ്യും, ഇത് ആരും ചോദ്യം ചെയ്യരുത്. പാർട്ടി നേതാക്കളെ കണ്ടുകൂടാ, പാർട്ടി അണികളെ കണ്ടുകൂടാ, പൊതുജനങ്ങളെ കണ്ടുകൂടാ. അഥവാ പൊതുജനങ്ങളെ നിരത്തിൽ കണ്ടാൽ കറുപ്പിട്ട് കണ്ടാൽ ഹാലിളകുകയും ചെയ്യും. ഈ ഒരു അരാജകത്വ ഭരണമാണ് ധർമ്മടത്തെ വോട്ടെണ്ണലിൽ പ്രതിഫലിച്ചത്. 2021 50,000 വോട്ടിന് ഭൂരിപക്ഷം നേടി വിജയിച്ച പിണറായി വിജയൻ ഇത്തവണ അദ്ദേഹത്തിന്റെ വിജയം പകുതിയിലേക്ക് കുറഞ്ഞു. ആദ്യം വോട്ടെണ്ണുമ്പോൾ പിണറായി പിന്നിലായിരുന്നു. 2ാം ഘട്ടവും 3ാം ഘട്ടവും 4ാം ഘട്ടവും 5ാം ഘട്ടവും 6ാം ഘട്ടവും എണ്ണുമ്പോഴും പിണറായി പിറകിലായിരുന്നു. ഈ പിന്നിലേക്ക് പോയ ആ സംഭവം ഒരു വലിയ പാഠമാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകുന്നത്. പ്രവൃത്തിയും പെരുമാറ്റവും എന്നൊരു വലിയ പാഠം. ഈ തെരഞ്ഞെടുപ്പോടു കൂടി, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടും കൂടി ഭരണത്തിലായിരുന്ന ഇടതുപക്ഷം ഇനി പ്രതിപക്ഷമാണ്. എന്നാൽ 3ാം തവണയും മുഖ്യമന്ത്രി എന്ന ദിവാസ്വപ്നം കണ്ടു നടന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ, പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. അദ്ദേഹത്തിന് ഇപ്പോൾ 81 വയസ്സായി. ഈ പ്രായത്തിൽ, ഈ അവശതയിൽ അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പാർട്ടിക്കായി പോരാടാൻ എന്തായാലും തയ്യാറാവില്ല എന്ന് തന്നെയാണ് നിഗമനം. ഈ 2026 തിരഞ്ഞെടുപ്പ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. കാരണം ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് തിരുവനന്തപുരം തൊട്ടിട്ട് കാസർഗോഡ് വരെ ഒരേ ഒരു മുഖമേ ഉണ്ടായിരുന്നുള്ളൂ, പിണറായി വിജയന്റെ മുഖം. പാർട്ടിയിൽ മറ്റു നേതാക്കൾ, മറ്റ് പാർട്ടി പ്രവർത്തകർ, മറ്റു മത്സരാർത്ഥികൾ ഉണ്ടോ എന്ന് സംശയിച്ചു പോകുന്ന വിധമാണ് പിണറായി വിജയന്റെ ഫ്ലക്സുകൾ തെരുവിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ചത്. എന്തായാലും 2026 തെരഞ്ഞെടുപ്പോടു കൂടി LDFന്റെ ഭരണ തുടർച്ച 3ാം ഘട്ടം എന്ന വലിയ സ്വപ്നമാണ് തകർന്നടിഞ്ഞത്. എങ്കിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചിരുന്ന പിണറായി വിജയന് വയസ്സ് 80 ആണ്. ഇനി അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് റെസ്റ്റ് എടുക്കട്ടെ. കാരണം ഈ പ്രായാധിക്യത്തിലും പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് വയ്യാതായ കേരളം വാക്കുകളിൽ മാത്രമാണ് ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്നുള്ളത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും അമേരിക്കയിലേക്ക് പറക്കേണ്ടി വരും. അമേരിക്ക വെറും ഒരു തെമ്മാടി രാഷ്ട്രമാണ് എന്നാണ് പിണറായി വിജയന്റെ അഭിപ്രായം. ഇനി ഭരണത്തിൽ വരുന്ന UDF സർക്കാരിന് നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ജയിച്ച എല്ലാ UDF അംഗങ്ങൾക്കും, അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾക്കും, അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾക്കും അഭിനന്ദനങ്ങൾ. തോറ്റവരെല്ലാവരും ഒരിക്കൽ കൂടി ഊർജ്ജസ്വലതയിൽ രാഷ്ട്രീയത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടമ്പതിരിക്കുന്നത് എല്ലാവർക്കും ജയ് ഹിന്ദ്.